ഹലോ എവ്രി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഒരു കാര്യം വളരെയധികം തീവ്രമായി ഡ്രീം ചെയ്യുന്നുണ്ട്, അത് നേടുന്നതിന് വേണ്ടി ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്ന 3 കാര്യങ്ങളാണ്. അതായത് ആ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കുറെ കൂടി പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രോങ് ആക്കി നിലനിർത്തേണ്ട 3 പില്ലേഴ്സിനെ കുറിച്ചാണ്. ഈ 3 കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഒന്ന്, നിങ്ങളുടെ ഇന്നർ കോൺവെർസേഷൻ. നമ്മൾ എപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ച് അത് നേടാൻ വേണ്ടി ഒരുപാട് എഫേർട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് സെൽഫ് ടോക്ക് ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് പെട്ടെന്ന് നടക്കും, എനിക്കത് പെട്ടെന്ന് നേടാൻ സാധിക്കും, എന്തൊക്കെ തടസ്സം ഉണ്ടായാലും ഞാനത് നേടിയെടുക്കും, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു പ്ലാന് വർക്കിംഗ് ആണ്, ഈ പ്ലാന് അത്ര പോരാ. ഇങ്ങനെ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് നടന്ന് നീങ്ങുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് തന്നെ സംസാരിക്കും എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ടോക്ക് ചെയ്യും. സോ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ഒരു ഇന്നർ കോൺവെർസേഷൻ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. നെഗറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ ആദ്യം ചേഞ്ച് ചെയ്യേണ്ട കാര്യം. ബിക്കോസ് നമ്മൾ കൂടുതലായിട്ട് ലിമിറ്റേഷൻസിലേക്ക് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അത് നടക്കില്ല എന്ന സാധ്യതയിലേക്കാണ് നമ്മുടെ തോട്ട് കൂടുതലായിട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ അതൊന്ന് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. പകരം നമുക്ക് ഏതെല്ലാം പോസിബിലിറ്റീസ് ഉണ്ട്, എങ്ങനെയൊക്കെ നമുക്ക് ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ പ്ലാൻ ആണ് വർക്ക് ആവുക, അല്ലെങ്കിൽ എന്തെല്ലാം എഫേർട്ട് എടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഏറ്റവും സ്മാർട്ടായിട്ടുള്ള വേ എന്താണ്, ഇങ്ങനെ പോസിറ്റീവായ രീതിയിൽ നമ്മൾ നമ്മളോട് തന്നെ ഇന്നർ കോൺവെർസേഷൻ ചെയ്യുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് നമുക്കൊരു ഡ്രീം വളരെ തീവ്രമായിട്ട് നമ്മൾ എഫേർട്ട് എടുക്കുന്നുണ്ട്, തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ട്, അത് അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ ഭാഗത്തു നിന്നും സ്ട്രോങ് ആക്കി നിലനിർത്തേണ്ട ആദ്യത്തെ പില്ലർ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നർ കോൺവെർസേഷൻ ആണ്. ഇനി രണ്ടാമതായി സ്ട്രോങ് ആക്കി നിലനിർത്തേണ്ട ഒരു പില്ലറാണ് നമ്മുടെ മെന്റൽ ഡയറ്റ്. ഇതിൽ 2 കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്. ഒന്ന് നമ്മുടെ തോട്ട്സ്, മറ്റൊന്ന് നമ്മുടെ ഇമാജിനേഷൻ. ഇത് രണ്ടും പോസിറ്റീവായ രീതിയിലാണോ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്, അതോ നെഗറ്റീവായ രീതിയിലാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. പോസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അതായത് ആ ഒരു പെർട്ടിക്കുലർ ആഗ്രഹത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്ന സമയത്ത്, അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് പോസിറ്റീവായിട്ടുള്ള തോട്ട്സ്, ചിന്തകളാണോ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, അതോ എങ്ങനെയൊക്കെ തോൽവി സംഭവിക്കാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തോൽക്കാനുള്ള സാധ്യതയുണ്ട് എന്ന രീതിയിലാണോ തിങ്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ, അതായത് തോൽവിയെക്കുറിച്ചാണ് അല്ലെങ്കിൽ ആ ഡ്രീമിലേക്ക് നമ്മൾ എത്തിപ്പെടില്ല എന്ന രീതിയിലാണ് തിങ്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതൊന്ന് ഷിഫ്റ്റ് ചെയ്യുക. പകരം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ എന്തെല്ലാം സോഴ്സസ് ആണോ നമ്മുടെ മുമ്പിലുള്ളത് അതെല്ലാം നമുക്ക് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്ന രീതിയിൽ തോട്ട്സിനെ ഡൈവേർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു ലക്ഷ്യത്തെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് പോസിറ്റീവായിട്ട് പിക്ചറൈസേഷൻ കൊടുക്കുക. അത് അച്ചീവ് ചെയ്യുന്നതും അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ ആ ഒരു സന്തോഷത്തിൽ പങ്കെടുക്കുന്നതായിട്ടും, നിങ്ങൾ എങ്ങനെയൊക്കെയാണോ ഫീൽ ചെയ്യുക ആ ഒരു കാര്യം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയൊക്കെ സന്തോഷിക്കുമോ അതെല്ലാം പിക്ചറൈസ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇമാജിനേഷൻ ചെയ്യുക. അതാണ് രണ്ടാമതായിട്ട് നമ്മൾ ക്ലിയർ ആക്കേണ്ട, അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആക്കി നിലനിർത്തേണ്ട മറ്റൊരു പില്ലർ. അതായത് നമ്മുടെ മെന്റൽ ഡയറ്റ് പോസിറ്റീവ് ആക്കുക എന്നുള്ളത്. ഇനി മൂന്നാമത്തെ ഒരു കാര്യമാണ് നമ്മൾ നമ്മളെ തന്നെ പെർസ്യൂ ചെയ്യുക എന്നുള്ളതാണ്. അതായത് എപ്പോഴും ഒരു പക്ഷേ തടസ്സങ്ങൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചാലഞ്ച് ഫേസ് ചെയ്യുന്ന സമയത്ത് അത് ഗിവ് അപ്പ് ചെയ്യുന്നതിന് പകരം നമ്മൾ നമ്മളെ തന്നെ പെർസ്യൂ ചെയ്യുക, നമ്മൾ നമ്മളെ തന്നെ എൻകറേജ് ചെയ്യുക. ഒരു പക്ഷേ മറ്റൊരു വ്യക്തി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി നമ്മളെ വന്ന് മോട്ടിവേറ്റ് ചെയ്യട്ടെ, അല്ലെങ്കിൽ അവർ നമ്മളെ വന്ന് എൻകറേജ് ചെയ്യട്ടെ, അല്ലെങ്കിൽ അവരൊരു ആക്ഷൻ എടുക്കട്ടെ, അതിന് പുറകെ പോവാം. അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനൊരു ചെറിയ മാറ്റം വരുത്തുക എന്നുള്ളതാണ്. പകരം നമ്മൾ തന്നെ നമ്മളെ പെർസ്യൂ ചെയ്യുക. മുന്നോട്ട് നയിക്കാനുള്ള ഒരു ഫ്യൂവല് നമ്മൾ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ഗിവ് അപ്പ് ചെയ്യാതെ ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ സാധിക്കുക. മാത്രമല്ല എഫേർട്ട് എടുക്കാൻ നമുക്കൊരു മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സ്വയം മോട്ടിവേറ്റ് ആവാൻ വേണ്ടി ശ്രമിക്കുക. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ എൻകറേജ് ചെയ്യാനുള്ള ആ ഒരു കഴിവിനെ നമ്മൾ സ്ട്രോങ് ആക്കി നിലനിർത്തുക എന്ന് ചുരുക്കം. ഈ 3 കാര്യങ്ങളും സ്ട്രോങ് ആക്കി ഒരു സ്ട്രോങ് പില്ലർ എന്ന രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മൾ വളരെയധികം തീവ്രമായ ഒരു കാര്യത്തെക്കുറിച്ച് ഡ്രീം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. സോ ഒരുപാട് നിങ്ങൾ എഫേർട്ട് എടുക്കുന്നുണ്ടായിരിക്കാം, ഒരുപാട് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകളൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ
കൂട്ടത്തിൽ ഈ 3 കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആകും പെട്ടെന്ന് ആ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. സോ തീർച്ചയായും നിങ്ങളുടെ ഡ്രീം പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആകുന്ന മറ്റൊരു സുഹൃത്തിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്